ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കിച്ചണിലേക്ക് ഉച്ചക്കലത്തേക്കിന് വേണ്ടിയിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഇവിടെ തന്നെ കൃഷി ചെയ്ത കുറച്ച് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇപ്പോൾ ഇവിടെ ചേർത്തലയിലായിരുന്നു. ചേർത്തലയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷം. അപ്പം ഇവിടെ വന്നിട്ട് വലുതായിട്ടൊന്നും കാർഷികപരമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ പോലും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലിപ്പം വഴുതനങ്ങ നമുക്ക് വിളവെടുപ്പായി നിൽക്കുകയാണ്. അത് എടുത്തിട്ട് ഇന്നൊരു ചെറിയൊരു മെഴുക്കുവരട്ടിയാണ്. അത് മാത്രമല്ല, അധികമായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ, അതുപോലെ ഉരുളക്കിഴങ്ങും സവോളയും ചെറിയ ഉള്ളിയും ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഈ പരിസരത്തു നിന്ന് എടുക്കുന്ന ഐറ്റംസ് തന്നെയാണ്. വാഴക്കൂമ്പ്, അതുപോലെ വാഴപ്പിണ്ടി, പിന്നെ ഇലക്കറികളാണെങ്കിലും അതുപോലെ ചക്ക, ഓമയ്ക്ക, അങ്ങനെയുള്ള എക്സെട്ര നമുക്ക് ഇവിടെ പരിസരത്തു നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെച്ച് തന്നെയാണ് ഞങ്ങൾ കൂടുതലും. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് അല്ലെങ്കിൽ പിറന്നാൾ, ബർത്ത്ഡേയ്സ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ടോട്ടൽ മൊത്തത്തിലൊരു പച്ചക്കറി വാങ്ങിക്കുന്നത്. അപ്പോൾ അതും വലുതായിട്ട് വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോഴേക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഏട്ടനാണ് കേട്ടോ, ഞാനല്ല. ഇതിൻ്റെ കാർഷികപരമായിട്ടൊക്കെ പോകുന്നത് കൂടുതലും ഏട്ടനാണ്. അപ്പോൾ അത് പിന്നെ ഇപ്പം ആടും പശുവൊക്കെ ഉള്ളതുകൊണ്ട് ചാണകവും അതിൻ്റെ ആട്ടിൻ്റെ കാഷ്ടവും എല്ലാം കൂടെ ഇട്ടിട്ട് ആട്ടുപുഴുക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഗ്രോ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയക്കുറവ് കൊണ്ട് നമുക്കതിനെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ ചെറിയ പോരായ്മകളുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം വഴുതനങ്ങ കട്ട് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു അടുക്കളത്തോട്ടം ആയിട്ടില്ല. ഇനിയും കുറച്ച് പ്രിപ്പറേഷനുണ്ട്. ഈ ആടും പശുവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൃഷി ചെയ്യാനും പാടുകാര്യം. ഇത് കയറി അറ്റാക്ക് ചെയ്യും, കഴിക്കും. അത് കഴിക്കുന്നത് കാരണം നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ അല്ലെങ്കിൽ ഏട്ടനാണ് കേട്ടോ, ഞാൻ നട്ടേന്ന് ഞാൻ അവകാശം പറയുന്നില്ല. ബ്രിഞ്ചാളിങ്ങനെ നിൽക്കുകയാണ്, വഴുതനങ്ങ. അപ്പം ഇതാണ് ഇന്നത്തെ മെഴുക്കുവരട്ടിയായിട്ട് ഞാൻ കട്ട് ചെയ്യാനായിട്ട് പാത്രവും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. പാകമായി വരുന്നതേ ഉള്ളൂ കുറേയൊക്കെ. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ചാണകം ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ എഴുത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കൊണ്ടിടാറുണ്ട്. വലുത് നോക്കി നമുക്ക് എടുക്കാം. ബാക്കി കുറച്ചും കൂടെ പാകമാവാനുള്ളതുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്കിന് എടുക്കാനായിട്ട് ഞാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അടുക്കള തോട്ടം എന്ന് പറയാം. ഇനിയും തക്കാളിയൊക്കെ നിൽപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. തക്കാളിയും അതുപോലെ കുറച്ച് ചീര, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബ്രിഞ്ചാൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പാകമായിട്ടുണ്ട്. നല്ല വെയിൽ കേട്ടോ. ഞാൻ വീടിൻ്റെ കിഴക്കുവശത്താണ് നിൽക്കുന്നത്. അപ്പം സൂര്യൻ ഇങ്ങനെ ഉദിച്ചിപ്പം മണി 8 ഒക്കെ. എൻ്റെ പരിപാടി ഞാനൊന്ന് ഹാൻഡ് ഓവർ ചെയ്തു ഏട്ടനിലേക്ക്. ഏട്ടനിപ്പം ബാക്കി കട്ടിങ്ങിലാണ്. കാര്യം അതിൻ്റെ തണ്ടിന് നല്ല കട്ടിയുണ്ട്. അപ്പം എനിക്ക് കുറച്ച്, അതുമല്ല അത് കട്ട് ചെയ്യുന്നതിന് ചെറിയൊരു നമുക്ക് ഒടിച്ചെടുക്കുന്ന ഒരു നേക്കുണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ഏട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏട്ടൻ വന്നിട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് എന്നെ മാറ്റിയിട്ട് ഏട്ടൻ ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ ഡിഷ് നമ്മളുടെ ഇത് വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പം മെഴുക്കുവരട്ടി മാത്രമല്ല, കുറച്ച് ഡിഷസുകളുണ്ട്. പിന്നെ നാടൻ വിഭവങ്ങളാണ്, അതുപോലെ വെജിറ്റേറിയൻ വിഭവങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കുക്കിങ്ങിൻ്റെ സ്കില്ലും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പിന്നെ കുക്കിംഗ് സ്കില്ലുകൾ കൂടുതലായിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, മലയാളീസ് കിച്ചൻ. അപ്പം അത് നിങ്ങൾക്ക് കാണാം. അപ്പം അതിൽ തന്നെ ഇന്നത്തെ മെഴുക്കുവരട്ടിയുടെ ഒരു വീഡിയോ, ഇതിൻ്റെ തന്നെ മെഴുക്കുവരട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതറിയാത്തവരാണെങ്കിൽ ഒന്ന് അത് കാണുക. ജസ്റ്റ്
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു ചെറിയൊരു തോട്ടം, ചെറിയൊരു ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും കട്ട് ചെയ്തതിന് ശേഷം ഉള്ള എത്രത്തോളം നമുക്ക് കിട്ടിയെന്നുള്ളത് കൂടി കാണിക്കാം കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു ദിവസത്തേക്കിന്. നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. എങ്ങനെ ഒരു 1.5 കിലോ വഴുതനങ്ങ എന്തായാലും ഇതിന് ഉണ്ട്. അപ്പം നല്ല എമൗണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വഴുതനങ്ങ ഞാൻ പറഞ്ഞ ഏറ്റവും ലാഭമുള്ള കൃഷിയാണ്. കാര്യം നമുക്ക് അധികം നോട്ടം എത്താതെ തന്നെ നല്ല വിളവെടുക്കാൻ പറ്റുന്ന പിന്നെ വളരെ നല്ലൊരു കൃഷിയാണ് വഴുതനയുടെ. അപ്പം കൂടുതൽ നിങ്ങൾക്ക് വിത്തുകൾ കൂടുതൽ കിട്ടുമെങ്കിൽ വഴുതനങ്ങയുടെ കൂടുതലായിട്ട് നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതും നമുക്ക് കുറച്ച് കെയറിങ് കുറച്ച് കുറവുള്ളതും നമുക്ക് വഴുതനങ്ങയാണ്. എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മളുടെ നോട്ടം ഇല്ലെങ്കിൽ പോലും നല്ല വളമൊക്കെ ചെയ്ത് കൊടുത്ത വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ആട്ടുംകാട്ടവും ചാണകം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ പറിച്ച മെഴുക്കുവരട്ടിക്ക് വേണ്ടി പറിച്ച വഴുതനങ്ങ ഇപ്പോൾ മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. നമ്മളുടെ മെഴുക്കുവരട്ടി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് തട്ടലും മുട്ടലുമൊക്കെ എടുക്കേക്കുന്നത് ആടിനൊക്കെ വെള്ളം എടുക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും അവിടെ അടുക്കളയിൽ ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെന്തുവാ, അപ്പോൾ അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കിച്ചൺ ചാനലിൽ, മലയാളീസ് കിച്ചൺ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഞാൻ ലിങ്ക് അയച്ചേക്കാം. അപ്പോൾ അത് വഴുതനങ്ങ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നാലും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. കാര്യം വഴുതനങ്ങ നമുക്ക് മെഴുക്കുവരട്ടി കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചിന്ന മെഴുക്കുവരട്ടി വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റാ, ബൈ.